ഹായ് എവ്രി വൺ, നമ്മൾ ഇന്ന് +1 മലയാളത്തിലെ കായലരികത്ത് എന്ന പാഠഭാഗമാണ് ഡിസ്കസ് ചെയ്യുന്നത്. ഇതൊരു ചലച്ചിത്ര ഗാനമാണ്. കായലരികത്ത് എന്ന ഈ ഒരു പാട്ട് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. 1954 ഇറങ്ങിയ നീലക്കുയിൽ എന്ന സിനിമയിലെ ഗാനമാണ് കായലരികത്ത്. ഈ ഗാനം രചിച്ചത് പി ഭാസ്കരനാണ്. സംഗീതവും ആലാപനം ചെയ്തത് കെ രാഘവനാണ്. കവിയും ഗാനരചയിതാവുമായിരുന്നു പി ഭാസ്കരൻ. ഭാസ്കരൻ മാസ്റ്റർ എന്നാണ് അദ്ദേഹം അറിയപ്പെടുന്നത്. ഗാനരചയിതാവ്, ചലച്ചിത്ര സംവിധായകൻ, ചലച്ചിത്ര നടൻ, ആകാശവാണി പ്രൊഡ്യൂസർ, സ്വാതന്ത്ര്യ സമര സേനാനി, അങ്ങനെ നിരവധി പ്രവർത്തനങ്ങളിൽ അദ്ദേഹം പ്രവർത്തിച്ചിരുന്നു. മലയാള ചലച്ചിത്ര സംഗീത രംഗത്തെ പ്രശസ്തനായ സംഗീത സംവിധായകനായിരുന്നു കെ രാഘവൻ. അദ്ദേഹമാണ് ഈ ഒരു പാട്ടിൻ്റെ സംഗീതവും ആലാപനവും ചെയ്തത്. രാഘവൻ മാസ്റ്റർ എന്നാണ് അദ്ദേഹം അറിയപ്പെടുന്നത്. സംഗീത സംവിധായകൻ എന്നതിന് പുറമെ ഫുട്ബോൾ കളിക്കാരനും ഗായകനും സംഗീത അധ്യാപകനും കൂടിയായിരുന്നു അദ്ദേഹം. ഇന്ത്യൻ പ്രസിഡന്റിൽ നിന്നും ആദ്യമായി മലയാള സിനിമയ്ക്ക് വെള്ളി മെഡൽ കിട്ടിയ സിനിമയാണിത്. മാപ്പിളപ്പാട്ടിനെ മലയാള സാഹിത്യത്തിലേക്ക് കൊണ്ടുവന്നത് ഈ ഒരു സിനിമയാണ്. ഗ്രാമീണ ജീവിത ചിത്രമാണ് കായലരികത്ത് എന്ന ഗാനത്തിൽ കാണുന്നത്. ഇനി നമുക്ക് പാഠഭാഗത്തിലേക്ക് കടക്കാം. അതിനു മുന്നേ നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ വീഡിയോസൊക്കെ കണ്ടു നോക്കുക. വീഡിയോസൊക്കെ കണ്ടു നോക്കി ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഇതൊരു പാട്ടാണ്. ഞാൻ പാട്ട് പോലെ പാടുന്നില്ല. കായലരികത്ത് വലയെറിഞ്ഞപ്പോൾ വള കിലുക്കിയ സുന്ദരി, പെണ്ണുകെട്ടിന് കുറിയെടുക്കുമ്പോൾ ഒരു നറുക്കിന് ചേർക്കണേ. ഈ ഒരു സന്ദർഭം നടക്കുന്നത് ഒരു ചായക്കടയുടെ മുന്നിലിരുന്ന് വല നെയ്യുന്ന ഒരു മുസ്ലിം യുവാവ് കുടവുമായി വെള്ളം എടുക്കാൻ വന്ന ഒരു പെൺകുട്ടിയെ നോക്കി പാടുന്ന പാട്ടാണിത്. ഒരു പ്രണയാഭ്യർത്ഥനയിലാണ് ഈ പാട്ട് പാടുന്നത്. കായലിന് അരികത്തിരുന്ന് വല എറിയുമ്പോഴാണ് ഈ ഒരു സുന്ദരിയായ പെൺകുട്ടിയെ കാണാൻ പറ്റുള്ളൂ. അപ്പോൾ അയാൾ അവിടെ ഇരുന്ന് വല എറിയാണ്. അപ്പോൾ ഈ കുട്ടീനെ കാണാണ്. അപ്പോഴാണ് ഈ പാട്ട് പാടുന്നത്. അപ്പം അങ്ങനെ പറയാണ്, പെണ്ണുകെട്ടിന് കുറിയെടുക്കുമ്പോൾ ഒരു നറുക്കിന് ചേർക്കണേ. കാമുക അവളോട് അഭ്യർത്ഥിക്കുകയാണ്. അവളെ കല്യാണം കഴിക്കാൻ വേണ്ടി ഒരുപാട് പേര് ആ ഒരു സ്ഥലത്ത് നടക്കുന്നുണ്ട്. അപ്പം അതിൽ ഒരു നറുക്കും ഇവനെ കൂട്ടണേന്ന് പറയാണ്. അവരേനൊക്കെ ഓർക്കുമ്പോൾ അതിൻ്റെ ഇടയിൽ എന്നെയും ഓർത്തിട്ട് എന്നെയും അതിൽ ഉൾപ്പെടുത്തണം എന്ന് പറയുക. കണ്ണിനാലെൻ്റെ കരളിനുരുളിയൽ എണ്ണ കാച്ചിയ നൊമ്പരം, ഗൽബിനറിഞ്ഞപ്പോൾ ഇന്ന് ഞമ്മള് കയറ് പൊട്ടിയ പമ്പരം. ആ കാമുകയുടെ നോട്ടം കൊണ്ട് കയറ് പൊട്ടിയ പമ്പരം പോലെ ആയിരിക്കുകയാണ് ആര്? ആ കാമുക അല്ലേ, അതായത് ആ മുസ്ലിം യുവാവ്. ചേറിൽ നിന്നു വളർന്നു പൊന്തിയ ഹൂറി, നിന്നുടെ കൈയിനാൽ നെയ്ച്ചോറ് വെച്ചത് തിന്നുവാൻ കൊതിയേറെയുണ്ട് നെഞ്ചിലായി. ഈ ഒരു ലൈനിൽ സാധാരണ ജനങ്ങളുടെ ജീവിതമാണ് പറയുന്നത്. ചേറ് എന്ന് പറഞ്ഞാൽ എന്താ? സാധാരണ ജനങ്ങളുടെ ജീവിതമാണ് അല്ലേ. ചേറിൽ നിന്ന് വളർന്നു വന്ന ഹൂറിയാണ്, അതായത് മാലാഖയാണ് നീ. അങ്ങനെ മാലാഖയായിട്ടുള്ളവരുടെ കൈകൊണ്ടുണ്ടാക്കിയ നെയ്ച്ചോറ് കഴിക്കുവാൻ എനിക്ക് ഒരുപാട് ആഗ്രഹമുണ്ട്. അതായത് അവളെ ഭാര്യയാക്കാൻ വേണ്ടി അദ്ദേഹത്തിന് ഒരുപാട് ആഗ്രഹമുണ്ട്. നീ നിന്റെ പുരികം കൊണ്ട് നീ എന്നെ നോക്കുമ്പോൾ ഞാൻ ആ നേരത്തെ എന്താണ്, കമ്പൊടിഞ്ഞ ശീലക്കുടയുടെ കമ്പി പോലെയായി. കുടവുമായി പുഴക്കടവിൽ വന്ന് എന്നെ തടവിലാക്കിയ പൈങ്കിളി, ഒടുവിലീ എന്നെ സങ്കടപ്പുഴ നടുവിലാക്കൊരു തിക്കളി. കുടവുമായി നീ പുഴക്കടലിൽ വന്ന് നിന്ന് എന്നെ പ്രണയത്തിലാക്കിയ പൈങ്കിളിയാണ്. അവസാനം നീ എന്നെ സങ്കടപ്പുഴയിൽ തീർക്കരുത് എന്നാണ് പറയുന്നത്. അതായത് അവസാനം നീ എന്നെ വിട്ടുപോകരുത് എന്നാണ് പറയണത്. വേറെയാണ് വിചാരമെങ്കിൽ നേരമായത് ചൊല്ലുവാൻ, വെറുതെ ഞാൻ എന്തിനീ നെരിയും വെയിലത്ത് കയ്യിലും കുത്തി നടക്കണം. നിന്റെ മനസ്സിൽ വേറെ വല്ല വിചാരവും ഉണ്ടെങ്കിൽ, അതായത് നിനക്ക് എന്നെ ഇഷ്ടമല്ലെങ്കിൽ ആ കാര്യവും എന്നോട് നേരത്തെ പറയണം. വെറുതെ ഞാൻ എന്തിനാണ് ഈ വെയിലത്ത് നിന്നെയും കാത്തിവിടെ ഇരിക്കുന്നത് എന്നാണ് അദ്ദേഹം പറയുന്നത്. ഇതോട് കൂടിയിട്ട് ഈ ഒരു പാട്ട്, അതായത് കായലരികത്ത് എന്നുള്ള ഈ ഒരു ചലച്ചിത്ര ഗാനം, നമ്മുടെ പാഠഭാഗം ഇവിടെ അവസാനിക്കുന്നു. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക, വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നിങ്ങൾ സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, താങ്ക് യു.